PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 138/2023 പ്രകാരം കേരള PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA, ബെവ്കോ LDC തുടങ്ങി PSC പരീക്ഷകൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം. 1. BN ഭട്നഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണ സ്വാമി മുതലിയാർ. 2. VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ. 3. ഗുൽസാരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി. ഇത് ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിലെ മറ്റ് അംഗങ്ങളാണ് സർദാർ KM പണിക്കർ, HN ഖുൻസ്രു. രണ്ടാമത്തെ ചോദ്യം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്ത. ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ് പെൻഗംഗ. ഉത്തരം ഓപ്ഷൻ സി, ഒന്ന് മാത്രം. പെൻഗംഗ ഗോദാവരിയുടെ ഒരു പോഷക നദിയാണ്. നാലാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം. 1947 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. 1947 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിൽ വെച്ചായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, തൃശ്ശൂർ. ആറാമത്തെ ചോദ്യം. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കോണ്ടൂർ രേഖയെ സൂചിപ്പിക്കുന്നു. ഏഴാമത്തെ ചോദ്യം. അലഹബാദ് ഹാൽഡിയ, സാദിയ ധുബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനഡ പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏതാണ്? അലഹബാദിനെയും ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW1. ഉത്തരം ഓപ്ഷൻ ഡി, ഒന്ന് മാത്രം. സാദിയ ധുബ്രി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW2. കോട്ടപ്പുറം കൊല്ലം ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW3. കാക്കിനഡ പുതുച്ചേരി ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW4. എട്ടാമത്തെ ചോദ്യം. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS, ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഉത്തരം ഓപ്ഷൻ സി, 3 മാത്രം. അതായത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM ആണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഉത്തരം ഓപ്ഷൻ സി, 3 മാത്രം. ഒമ്പതാമത്തെ ചോദ്യം. 2021 ആഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, UN രക്ഷാസമിതി. പത്താമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം. സിയാൽ, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണ് ആ സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ ബി, 4. 12ാമത്തെ ചോദ്യം. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്?
പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രം. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. 13ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ. റാബി വിളകളിൽ ഉൾപ്പെടുന്നതാണ് ഗോതമ്പ്, പുകയില, കടുക്. കരിമ്പ് ഒരു ഖാരിഫ് വിളയ്ക്കുദാഹരണമാണ്. കരിമ്പ് ഖാരിഫ് വിളയ്ക്കുദാഹരണമാണ്. 14ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. ഒഡീഷ സുന്ദർഗഡ്, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഘം. ഇവയെല്ലാം പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ്. 15ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതാണ് പെട്രോളിയം. അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നതാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം. പെട്രോളിയം ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. 16ാമത്തെ ചോദ്യം. ലോകവ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം എന്നിവ ശരിയാണ്. അതായത് 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായാണ് ലോക വ്യാപാര സംഘടന അഥവാ WHO നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 17ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. 18ാമത്തെ ചോദ്യം. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഉത്തരം ഓപ്ഷൻ എ. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി. 20ാമത്തെ ചോദ്യം. 1ാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1ാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 21ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 356ാം വകുപ്പ് പ്രയോഗിക്കുന്നത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് ഭരണഘടനയുടെ 356ാം വകുപ്പ് പ്രയോഗിക്കുന്നത്. 22ാമത്തെ ചോദ്യം. ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലറാണ് VP ജഗതിരാജ്.
23-ാമത്തെ ചോദ്യം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം? മൺട്രോ തുരുത്താണ്. മൺട്രോ തുരുത്ത്, കൊല്ലം. 24-ാമത്തെ ചോദ്യം. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 25-ാമത്തെ ചോദ്യം. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ്. ഗവർണർക്ക്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ്. ഗവർണർക്ക്. 26-ാമത്തെ ചോദ്യം. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്. 27-ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. 28-ാമത്തെ ചോദ്യം. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് ഏതാണ്? 6-ാമത്തെ റിപ്പോർട്ടാണ്. 29-ാമത്തെ ചോദ്യം. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നത്. ഭൂമി പുനഃസ്ഥാപനം, വരൾച്ചാ പ്രതിരോധം, മരുഭൂവൽക്കരണം ഇവ 2025 പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമാണ്. 30-ാമത്തെ ചോദ്യം. മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. സർദാർ വല്ലഭായി പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. 31-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയിലാണ്. ഇടുക്കി ജില്ലയിലെ പുറ്റടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 32-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 33-ാമത്തെ ചോദ്യം. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർ. 34-ാമത്തെ ചോദ്യം. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? സ്പുട്നിക്. 35-ാമത്തെ ചോദ്യം. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയഡിൻ. അയഡിന്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. 36-ാമത്തെ ചോദ്യം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mm/Hg. 37-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി. ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ജീവകം B1 തയാമിൻ. ജീവകം ഇ ടോക്കോഫിറോൾ. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. 38-ാമത്തെ ചോദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. 39-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. 40-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം
ഇവയെല്ലാം അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.